ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കളെയും തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന ഈ ദൈവവചന പഠനം നാം ശമൂവേലിൻ്റെ പുസ്തകത്തെ അധികരിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അധികരിച്ചുള്ള 14-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എഫ്രൈം മലനാട്ടിലെ രാമാഥയീം സോഫീമിൽ എൽക്കാന എന്ന പേരുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. 2-ാം വാക്യം, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. 3-ാം വാക്യം ആരംഭിക്കുമ്പോൾ ഹന്നായ്ക്കോ മക്കൾ ഇല്ലായിരുന്നു എന്ന് തിരുവചനം വെളിപ്പെടുത്തുകയാണ്. നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എൽക്കാനയുടെ പ്രത്യേകതകളും ഹന്നായുടെ പ്രത്യേകതകളും വിജയരഹസ്യങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ എന്തായിരുന്നുവെന്ന് ദീർഘമായി തന്നെ ഓർക്കുകയുണ്ടായി. നാം ഇന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് പെനീനെക്കുറിച്ചാണ്. പെനീനയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പേരിന് അർത്ഥം, അതായത് പെനീന എന്ന പേരിൻ്റെ അർത്ഥം പേൾ അഥവാ പവിഴമെന്നാണ്. നല്ല മനോഹരമായിട്ടുള്ള അർത്ഥമാണ് സ്വർഗത്തിലെ ദൈവം അവളുടെ പേരിന് നൽകിയത്. എന്നാൽ ഓർക്കേണ്ടുന്നൊരു വിഷയം, ആ പേരിനനുസരിച്ചുള്ള യാതൊരു നന്മകളോ ജീവിതമോ അവളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിരവധി ആത്മീകമായ പേരുകളുണ്ട്. ഉദാഹരണമായിട്ട് നാം രക്ഷിക്കപ്പെടുമ്പോൾ പാപികൾ എന്ന സ്ഥിതിയിൽ നിന്ന് നമ്മുടെ നാമം ദൈവമക്കൾ എന്നായി മാറുന്നു. നാം സ്ഥാനപരമായി ദൈവമക്കൾ എന്നറിയപ്പെടുന്നു. ദൈവത്തിൻ്റെ മക്കളുടെ സ്വഭാവം എന്തൊക്കെയാണ് എന്നുള്ളത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്നതും നാം അത് പ്രാപിച്ചിട്ടുള്ളതും എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ നാം അത് വെളിപ്പെടുത്തേണ്ടതുമാണ്. ഉദാഹരണമായിട്ട് ഒരുവൻ ദൈവ പൈതലായിത്തീരുമ്പോൾ, ഒരുവൾ ദൈവത്തിൻ്റെ പൈതലായിത്തീരുമ്പോൾ അവളും അവനും ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു. ഉദാഹരണമായി വിശുദ്ധി അല്ലെങ്കിൽ നീതി, ഇങ്ങനെയുള്ള ദൈവികമായ അനേക പകരപ്പെടുന്ന സ്വഭാവങ്ങളുണ്ട്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ വിശുദ്ധന്മാരായി മാറി. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നീതിമാന്മാരായി നീതിമതികളായി തീർന്നു. സ്ഥാനപരമായി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്നാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം തീർച്ചയായിട്ടും നമ്മുടെ നീതി വെളിപ്പെടുത്തുന്നവരായിത്തീരണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി പ്രായോഗിക തലത്തിൽ നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ ദൈവത്തിൻ്റെ പകരപ്പെടുന്ന സ്വഭാവങ്ങൾ നാം പ്രതിബിംബിക്കുന്നവരായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് വന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധമായ പ്രവൃത്തികളിലൂടെയാണ് വെളിപ്പെടുന്നത് എന്നുള്ളത് മറക്കുവാൻ പാടില്ല. അതിൽ നാം പരാജയപ്പെട്ടാൽ നാം കർത്താവിനെ പ്രതിഫലിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മെ മനസ്സിലാക്കുവാൻ ലോകത്തിന് കഴിയാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ അതല്ലേ കാണുന്നത്? എൽക്കാനയുടെ ഭാര്യയായ പെനീന, ഹന്നായുടെ സഹപത്നിയായ പെനീന, അവളുടെ പേരിൻ്റെ അർത്ഥം പവിഴം എന്ന നല്ല അർത്ഥമാണെങ്കിലും അവളുടെ ജീവിതത്തിൽ അവൾ വളരെ തിരിഞ്ഞു നിൽക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായി അങ്ങയുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് ആവശ്യപ്പെടുന്ന സമയമായിട്ട് ഇതിരിക്കുകയാണ്. അങ്ങയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, ദൈവം നൽകിയ ആത്മീക പദവികൾ
ഇത് കൃത്യമായി ഒന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പേരിനു വേണ്ടിയുള്ളൊരു ക്രിസ്തീയ ജീവിതമേ അല്ല, മറിച്ച് നമുക്കൊരു ജീവിതം മാത്രമേ ഉള്ളൂ. അത് ഈ ലോകത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തെ വെളിപ്പെടുത്തുവാനും സ്വർഗം തന്നിട്ടുള്ള അവസരമാണ് എന്ന് എത്ര പേർ ഉൾക്കൊണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ ചെന്നിട്ട് നാം മറ്റുള്ളവർ മുൻപാകെ ജീവിച്ച് കാണിക്കേണ്ടതില്ല. ഇവിടെ പ്രാപിച്ചതിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ചെയ്തതിൻ്റെ അതിൻ്റെ പ്രതിഫലം അവിടെ നമുക്ക് ലഭിക്കുകയാണ്. നാം സ്വർഗത്തിൽ ചെന്ന് നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് തന്ന സ്ഥാനത്തിനനുസരിച്ച് ദൈവം നൽകിയ ആത്മീക നന്മകളുടെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുന്ന, ദൈവസന്നിധിയിൽ കീഴടങ്ങിയിരുന്ന് ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ജീവിതം നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിൽ നിന്ന് ആർക്കും ഒഴിവ് കഴിവില്ല. എന്നാൽ പെനീനയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ അതിന് വിരുദ്ധമായിട്ടാണ് കാണുവാൻ കഴിയുക. അതിലേക്ക് നാം പിന്നീട് ചിന്തിക്കുന്നതാണ്. നല്ലൊരു പേര്, ആ പേരിനൊരർത്ഥം ദൈവം അവൾക്ക് കൃപയാൽ കൊടുത്തുവെങ്കിലും അതിനനുസരിച്ച് ജീവിക്കുന്നതിൽ അവൾ പരാജയപ്പെടുന്ന ചരിത്രമാണ് വരികൾക്കിടയിലൂടെ നാം കാണുന്നത്. അങ്ങയുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാമോ? അങ്ങയുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയുണ്ട്? അത് ദൈവത്തിന് പ്രസാദകരമാണോ? മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന ജീവിതമാണോ? അതോ ആ പേരിനനുസരിച്ച് ജീവിക്കുവാൻ അങ്ങേക്ക് കഴിയുന്നുണ്ടോ? ഈ ചോദ്യം ഹൃത്തടത്തിൽ ആത്മാർത്ഥമായി ഏറ്റെടുത്ത് ഒന്ന് പരിശോധിക്കുവാൻ, ജീവിതങ്ങളെ വിചിന്തനം ചെയ്യുവാൻ സ്വർഗത്തിലെ കർത്താവ് അങ്ങേക്ക് ധാരാളം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.